എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. RRB NTPC എക്സാമിനോടനുബന്ധിച്ച് ഇന്ത്യൻ റെയിൽവേ സിസ്റ്റത്തെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ റെയിൽവേ സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ടുള്ള സെക്കൻഡ് പാർട്ട് വീഡിയോയാണ് ഇന്നത്തേത് കേട്ടോ. അപ്പോൾ പോകാം വീഡിയോയിലേക്ക്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്തെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് മെട്രോയെക്കുറിച്ചാണ് നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. മെട്രോ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ വന്ദേ ഭാരത്, റെയിൽവേ ബജറ്റ്, ഈ 3 ടോപ്പിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ആദ്യത്തെ ചോദ്യം, നമ്മ മെട്രോ എന്നറിയപ്പെടുന്ന മെട്രോ റെയിൽ സർവീസ് ഏതാണ്? നമ്മ മെട്രോ എന്നറിയപ്പെടുന്ന മെട്രോ റെയിൽ സർവീസ് ഏതാണ്? ബാംഗ്ലൂർ മെട്രോയാണ് നമ്മ മെട്രോ എന്ന് അറിയപ്പെടുന്നത്. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽ സർവീസ് ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽവേ സർവീസ് ഏതാണ്? കൊൽക്കത്ത മെട്രോയാണ് ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽവേ സർവീസ് എന്ന് പറയുന്നത്. കൊൽക്കത്ത മെട്രോ പ്രവർത്തനം ആരംഭിച്ച വർഷം ഏതാണ്? 1984 കൊൽക്കത്ത മെട്രോ പ്രവർത്തനം ആരംഭിച്ചത്. അപ്പോൾ ഓർത്തിരിക്കുക, നമ്മ മെട്രോ എന്നറിയപ്പെടുന്നത് ബാംഗ്ലൂർ മെട്രോയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽവേ സർവീസ് എന്ന് പറയുന്നത് കൊൽക്കത്ത മെട്രോയാണ്. അതുപോലെ തന്നെ കൊൽക്കത്ത മെട്രോ നമ്മൾ ആദ്യത്തെ മെട്രോ റെയിൽ സർവീസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ കൊൽക്കത്ത മെട്രോ പ്രവർത്തനം ആരംഭിച്ചതെന്നാണ് 1984 അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഇന്ത്യൻ റെയിൽവേയുടെ നിയന്ത്രണത്തിലുള്ള രാജ്യത്തെ ഏക മെട്രോ റെയിൽവേ സർവീസ് ഏതാണ്? ഇന്ത്യൻ റെയിൽവേയുടെ നിയന്ത്രണത്തിലുള്ള രാജ്യത്തെ ഏക മെട്രോ റെയിൽവേ സർവീസ് ഏതാണ്? കൊൽക്കത്ത മെട്രോ തന്നെയാണ് അല്ലേ. ഇന്ത്യൻ റെയിൽവേയുടെ നിയന്ത്രണത്തിലുള്ള രാജ്യത്തെ ഏക മെട്രോ റെയിൽവേ സർവീസ് ഏതാണ്? കൊൽക്കത്ത മെട്രോയാണ്. ഇന്ത്യയിലെ രണ്ടാമത്തെ മെട്രോ റെയിൽ സർവീസ് ഏതാണ്? ഇന്ത്യയിലെ രണ്ടാമത്തെ മെട്രോ റെയിൽ സർവീസ് ഏതാണ്? ഡൽഹിയാണ് അല്ലേ. ഡൽഹി മെട്രോയാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ മെട്രോ റെയിൽ സർവീസ്. മാറിപ്പോയേക്കല്ല, ആദ്യത്തെ മെട്രോ റെയിൽവേ സർവീസ് ഏതാണ്? കൊൽക്കത്ത. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ മെട്രോ റെയിൽവേ സർവീസ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് പറയേണ്ടത്? ഡൽഹി മെട്രോയാന്ന് ഓർത്ത് വെക്കണം കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലുതും തിരക്കേറിയതുമായിട്ടുള്ള മെട്രോ റെയിൽ സർവീസ് ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലുതും തിരക്കേറിയതുമായിട്ടുള്ളത് ഏതാണ്? ഡൽഹി മെട്രോയാണ് അല്ലേ. ഓർത്ത് വെച്ചോണേ. അപ്പം ഡൽഹി മെട്രോയെ ബേസ് ചെയ്ത് 2 ക്വസ്റ്റ്യൻസ് ഇവിടെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്നു. ഇന്ത്യയിലെ രണ്ടാമത്തെ മെട്രോ റെയിൽ എന്നറിയപ്പെടുന്നതും അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലുതും തിരക്കേറിയതുമായിട്ടുള്ള റെയിൽവേ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്ത് വെക്കണം, ഏതാണ്? ഡൽഹി മെട്രോയാണ് കേട്ടോ. ഇനി അടുത്തത്, ഇന്ത്യയിലെ രണ്ടാമത്തെ നീളം കൂടിയ മെട്രോ റെയിൽ സർവീസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈദരാബാദ് മെട്രോയാണ് കേട്ടോ. ഹൈദരാബാദ് മെട്രോയാണ് ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ മെട്രോ റെയിൽ സർവീസ്. ഓർത്ത് വയ്ക്കണേ, ഇന്ത്യയിലെ രണ്ടാമത്തെ നീളം കൂടിയ മെട്രോ റെയിൽവേ സർവീസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ പറയണ്ടേ? ഹൈദരാബാദാണ്. ഓർത്ത് വെച്ചോണം കേട്ടോ. ആദ്യത്തെ ചോദിച്ചു കഴിഞ്ഞാൽ കൊൽക്കത്ത മെട്രോ, രണ്ടാമത്തേത് ചോദിച്ചു കഴിഞ്ഞാൽ ഡൽഹി മെട്രോ, നീളം കൂടിയ രണ്ടാമത്തെ മെട്രോ റെയിൽവേ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ പറയണ്ടേ? ഹൈദരാബാദ് മെട്രോ. ഓർത്ത് വെക്കണം കേട്ടോ. ഇനി അടുത്തവിടെ ചോദിച്ചിരിക്കുന്നത്, ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽ സംവിധാനം ഏതാണ്? ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽ സംവിധാനം ഏതാണ്? ബാംഗ്ലൂരു മെട്രോയാണ് കേട്ടോ. ബാംഗ്ലൂരു മെട്രോയാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽ സംവിധാനം എന്ന് പറയുന്നത്. ഇനി അടുത്തത്, ഇന്ത്യയിലെ 8ാമത്തെ മെട്രോ റെയിൽ സർവീസ് ഏതാണ്? ഇന്ത്യയിലെ 8ാമത്തെ മെട്രോ റെയിൽ സർവീസ് ഏതാണ്? കൊച്ചി മെട്രോയാണ് ഇന്ത്യയിലെ 8ാമത്തത്. ഓർത്ത് വെച്ചോണം, ഇന്ത്യയിലെ 8ാമത്തെ മെട്രോ റെയിൽ സർവീസാണ് നമ്മുടെ കൊച്ചി മെട്രോ കേട്ടോ. കൊച്ചി മെട്രോ എത്രാമത്തെയാണ്? 8ാമത്തെ മെട്രോ റെയിൽ സർവീസാണ്. കൊച്ചി മെട്രോ യാത്രക്കാർക്കായി തുറന്നു കൊടുത്ത വർഷം, നമ്മുടെ കൊച്ചി മെട്രോ യാത്രക്കാർക്കായി തുറന്നു കൊടുത്ത വർഷം ഏതാണ്? 2017 ജൂൺ 1 2017 ജൂൺ 1 കൊച്ചി മെട്രോ യാത്രക്കാർക്കായി തുറന്നു കൊടുത്തത്. അപ്പോൾ ഓർത്ത് വെക്കുക കേട്ടോ. ഇപ്പോൾ നമ്മൾ നീളം കൂടിയത് പറഞ്ഞു, ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽവേ ഏതാണെന്ന് പറഞ്ഞു, രണ്ടാമത്തെ ഏതാണെന്ന് പറഞ്ഞു, രണ്ടാമത്തെ നീളം കൂടിയത് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ 8ാമത്തെ മെട്രോയാണ് നമ്മുടെ കൊച്ചി മെട്രോ റെയിൽവേ സർവീസ് എന്ന് പറഞ്ഞു. ദെൻ അത് യാത്രക്കാർക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്ത വർഷം 2017 ജൂൺ 1 ഓർത്ത് വെക്കുക. സ്കൂൾ തുറക്കുന്ന സമയത്താണ് അല്ലേ. അപ്പോൾ 2017 ജൂൺ 1 ഓർത്ത് വെക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ തിരക്കേറിയത്, അത് ഓർത്ത് വെക്കേണ്ടതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും വലുതും തിരക്കേറിയ
ചെറിയതുമായിട്ടുള്ള മെട്രോ റെയിൽവേ സർവീസ് ഏതായിരുന്നു? ഡൽഹിയാണ് അല്ലേ, ഡൽഹി മെട്രോയാണ്. ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ് റെയിൽവേ ബജറ്റ്. റെയിൽവേ ബജറ്റാണ് അടുത്ത ടോപ്പിക്ക്. രണ്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ. റെയിൽവേ ബജറ്റിനെ കേന്ദ്ര ബജറ്റിനൊപ്പം ലയിപ്പിച്ചത് ഏത് വർഷം മുതലാണ്? റെയിൽവേ ബജറ്റിനെ കേന്ദ്ര ബജറ്റുമായിട്ട് ലയിപ്പിച്ചത് ഏതാണ്? 2017. അപ്പോൾ 2017 എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഓർക്കാനുണ്ട് അല്ലേ. ഒന്ന്, നമുക്ക് റെയിൽവേ ബജറ്റിനെ കേന്ദ്ര ബജറ്റുമായിട്ട് ലയിപ്പിച്ചത് നമുക്ക് പറയാം 2017. അതുപോലെ തന്നെ നമ്മുടെ കൊച്ചി മെട്രോ യാത്രക്കാർക്കായിട്ട് തുറന്നു കൊടുത്തതും 2017 വർഷത്തിലാണെന്ന് ഓർത്ത് വെച്ചോണം കേട്ടോ. ഇനി അടുത്തത് 2016 ഫെബ്രുവരിയിൽ അവസാനമായി കേന്ദ്ര റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ചത് ആരാണെന്നാണ്? സുരേഷ് പ്രഭു ആണ് കേട്ടോ. സുരേഷ് പ്രഭു ആണ് 2016 ഫെബ്രുവരിയിൽ അവസാനമായിട്ട് കേന്ദ്ര റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ചത്. 2016 ഫെബ്രുവരിയിൽ അവസാനമായിട്ട് കേന്ദ്ര റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ചത് സുരേഷ് പ്രഭു. ഓർത്ത് വെക്കണം, സുരേഷ് പ്രഭു ആണ്. ഓക്കെ, അപ്പോൾ എത്രയാണ് റെയിൽവേ ബജറ്റിനെ കുറിച്ച് ഓർത്ത് വെക്കേണ്ടത്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. വന്ദേ ഭാരത്. നോക്കിയേ, കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിനു കീഴിലെ റിസർച്ച് ഡിസൈൻസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഓർഗനൈസേഷൻ, അതിൻ്റെ ഫുൾ ഫോം ഓർത്ത് വയ്ക്കണം കേട്ടോ. RDSOയുടെ ഫുൾ ഫോം എന്താണെന്നൊക്കെ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഓർത്ത് വെച്ചോണേ. അപ്പം രൂപകൽപ്പന ചെയ്ത് പെരമ്പൂരിലെ ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി നിർമ്മിച്ച പ്രത്യേക തീവണ്ടികൾ ഏതാണെന്നാണ് ചോദിച്ചത് കേട്ടോ. ഒന്നുകൂടെ നോക്കിക്കേ. കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിനു കീഴിലെ റിസർച്ച് ഡിസൈൻസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഓർഗനൈസേഷൻ രൂപകൽപ്പന ചെയ്ത പെരമ്പൂരിലെ ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ നിർമ്മിച്ച പ്രത്യേക തീവണ്ടികൾ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് കേട്ടോ. വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് കടക്കാം നമുക്ക്. നിർമ്മാണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ട്രെയിൻ 18 അല്ലെങ്കിൽ ട്രെയിൻ 18 എന്നറിയപ്പെട്ടിരുന്ന തീവണ്ടി ഏതാണ്? നിർമ്മാണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ട്രെയിൻ 18 എന്ന പേരിൽ അറിയപ്പെട്ടത് ഏതാണ്? നമ്മുടെ വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് കേട്ടോ. വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ്. 2019 ഫെബ്രുവരി 15 ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസ് ആരംഭിച്ചത് ഏതൊക്കെ സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചാണ്? അപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഒന്നെന്താ, 2019 ഫെബ്രുവരി 15 അല്ലേ, ആ ഒരു ഡേറ്റും വർഷമൊക്കെ ഓർത്ത് വെക്കുക. ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് 2019 ഫെബ്രുവരി 15 ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസ് എങ്ങോട്ട് ആരംഭിച്ചത്? ന്യൂഡൽഹി വാരണാസിയെ ബന്ധിപ്പിച്ചുകൊണ്ടാണ്. 2019 ഫെബ്രുവരി 15 ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസ് ആരംഭിച്ചത്. ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത്, പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിച്ച് ഒരു ദിവസം കൊണ്ട് യാത്ര പൂർത്തിയാക്കുന്ന രീതിയിലുള്ള ഹ്രസ്വദൂര അതിവേഗ തീവണ്ടി സർവീസ് ഏതാണ്? പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിച്ച് ഒരു ദിവസം കൊണ്ട് യാത്ര പൂർത്തിയാക്കുന്ന രീതിയിലുള്ള ഹ്രസ്വദൂര അതിവേഗ തീവണ്ടി സർവീസ് അതേതാണ്? വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് അല്ലേ. പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരൊറ്റ ദിവസം കൊണ്ട് യാത്ര പൂർത്തിയാക്കുന്ന രീതിയിലുള്ള ഹ്രസ്വദൂര അതിവേഗ തീവണ്ടി സർവീസാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത്, തിരുവനന്തപുരം, കാസർഗോഡ് എന്നിവയെ ബന്ധിപ്പിക്കുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് ഇന്ത്യയിലെ എത്രാമത്തേതാണ്? 15ാമത്തെ. ഏതാണ്? തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ബന്ധിപ്പിക്കുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് ഇന്ത്യയിലെ എത്രാമത്തേതാണ്? 15ാമത്തെ. ഇനി അടുത്തത്, കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരത് എക്സ്പ്രസ് ഫ്ലാഗ് ഓഫ് ചെയ്തത് എന്നാണ്? 2023 2023 ഏപ്രിൽ 25 കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ് ഫ്ലാഗ് ഓഫ് ചെയ്തത്. എന്നാണ്? 2023 ഏപ്രിൽ 25 ഓർത്ത് വെച്ചോണം കേട്ടോ. ഓക്കെ, ഏപ്രിൽ മാസമാണ്, 25-ാം തീയതിയാണ് കേട്ടോ. ഏപ്രിൽ 25 എന്ത് നമ്മുടെ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ് ഫ്ലാഗ് ഓഫ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്ത്യൻ റെയിൽവേ സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കിലൂടെയാണ് നമ്മൾ കടന്നു പോയിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യൻ റെയിൽവേ സിസ്റ്റത്തിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ചെയ്തത്. അതിൽ പ്രധാനപ്പെട്ട കുറേ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ കൊങ്കൺ റെയിൽവേക്കുറിച്ചും റെയിൽവേ സോണുകളെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ മെട്രോയും റെയിൽവേ ബജറ്റും അതുപോലെ തന്നെ വന്ദേ
വന്ദേ ഭാരതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനും ആൻസേഴ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിരിക്കുന്നത്. അപ്പോൾ വളരെ അതായത് നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ മനസ്സിലൊന്ന് പതിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്കോർ ചെയ്യാനായിട്ട് സാധിക്കട്ടെ. നമ്മളെല്ലാവരും ഈ ഒരു റെയിൽവേക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാവർക്കും എക്സാം എളുപ്പമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രയോജനകരമാകുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, അതോടൊപ്പം തന്നെ ഫീഡ്ബാക്കുകൾ അറിയിക്കുക, ലൈക്ക് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.